ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുഹൈല. അപ്പോൾ നമുക്കിന്ന് പ്യൂബർട്ടിയെക്കുറിച്ച് പറയാം. പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളായിരിക്കും. പ്രത്യേകിച്ച് പ്യൂബർട്ടി ആ ഒരു പീരീഡിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ഞാനൊക്കെ ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോയപ്പോൾ, ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയ സമയത്ത് ഒരുപാട് സംശയങ്ങളായിരുന്നു, ഒരുപാട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷേ സംശയങ്ങൾ ആരോടും ചോദിക്കാൻ പറ്റില്ല, ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര മടി, ഇങ്ങനെയൊക്കെ ആയിട്ട് കടന്നു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുന്നവർ ഇനി വരാൻ പോകുന്ന ഒരു പ്രായമാണത്. അപ്പോൾ എന്താണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്? പ്യൂബർട്ടി എന്ന് പറയുന്ന പീരീഡ് നമ്മുടെ ബാല്യത്തിൽ നിന്നും മുതിർന്ന ഒരാളായി മാറുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ്. ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു കാലം കൂടെയാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലം കൂടെയാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരു 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയാണ് ഈ പ്യൂബർട്ടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാരിൽ ഇത് നേരത്തെ ആവാറുണ്ട്, അതിനെ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയും. ചില ആൾക്കാരിൽ ഇത് കുറച്ച് ലേറ്റ് ആയിട്ട് വരാറുണ്ട്, അതിനെ നമ്മൾ ഡിലേഡ് പ്യൂബർട്ടി എന്നും പറയും. അപ്പോൾ നോർമലി ഒരു പെൺകുട്ടിയിലാണെങ്കിലും ആൺകുട്ടിയിലാണെങ്കിലും ഒരുപാട് ചേഞ്ച് സംഭവിക്കും. മെൻ്റലി, ഫിസിക്കലി ആൻഡ് ബയോളജിക്കലി ഒരുപാട് ചേഞ്ചുകളാണ് ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതേപോലെ സെക്ഷലി മെച്ചുവേർഡ് ആവുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്. അപ്പം പെൺകുട്ടികളിൽ മെയിനായിട്ടും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മെയിനായിട്ടും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര മടിയായിരിക്കും ആ സമയത്ത്. ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്, അതേപോലെ അതിൻ്റെ കൂടെ ചെറിയൊരു വേദനയുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് വരുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വേദന നോർമലായിട്ടുള്ള വേദനയാണോ അതോ എന്തെങ്കിലും അസുഖമാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും. വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സമയത്ത് വരുന്ന ഈ വേദന എന്ന് പറയുന്നത്. അത് ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ കാരണമാണ് ഈ ഒരു ചെറിയൊരു വേദന, ടെൻഡർനെസ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ വരുന്ന ഒരു അടുത്തൊരു മാറ്റമാണ് പ്യൂബിക് ഹെയറിൻ്റെയും ആക്സിലറി ഹെയറിൻ്റെയും ഗ്രോത്ത്. പ്യൂബിക് ഹെയർ, ആക്സിലറി ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ പലതരം റേസറുകളെ പറ്റി, അതേപോലെ പലതരം ട്രിമ്മറുകളെ പറ്റി, അതുപോലെ തന്നെ ഷേവിങ് സെറ്റിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്. ശരിക്കും ഈ പ്യൂബിക് ഹെയറും ആക്സിലറി ഹെയറും റിമൂവ് ചെയ്യണം, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ചിലർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ചൊറിച്ചിലോ ഇൻഫെക്ഷൻസിനോ ഒക്കെ തോന്നുന്നവർക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്യണ്ട, അങ്ങനെ നിന്നോട്ടെ എന്നുള്ളവർക്ക് അത് അങ്ങനെ തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഈ ഒരു ഹെയർ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ടെർമിനൽ ഹെയർ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിരിക്കും, നല്ല ഡാർക്കറായിട്ടുള്ള തിക്കായിട്ടുള്ള ഹെയർസ് ആയിരിക്കും. പിന്നെ വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഹൈറ്റ് കൂടും. പെട്ടെന്ന് ഒരു ഹൈറ്റ് ചേഞ്ച് സംഭവിക്കും, പെട്ടെന്ന് ഹൈറ്റ് കൂടും. പിന്നെ അടുത്ത ഒരു മാറ്റം വരുന്നത് മെൻസ്ട്രുവേഷനാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് 9 വയസ്സിനും 13 വയസ്സിനും ഇടയിലാണ് നോർമലി നടക്കുന്നത്. നമ്മൾ ആദ്യത്തെ മെൻസസിന് നമ്മൾ പറയുന്നത് മെനാർക്കി എന്നാണ്. പിന്നെ ഇത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റമാണ് മെനാർക്കി എന്ന് പറയുന്നത്. നമ്മൾ ചില ആൾക്കാരെങ്കിലും ഇതിനെ അശുദ്ധി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും അശുദ്ധിയല്ല, ഇത് നോർമലി വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൻ്റെ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ എൻഡോമെട്രിയം അടർന്ന് വജൈനയിലൂടെ അല്ലെങ്കിൽ യോനിയിലൂടെ പുറന്തള്ളപ്പെടുന്നതിനെയാണ് നമ്മൾ മെൻസസ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു പെൺകുട്ടി റീപ്രൊഡക്റ്റീവ് ഏജിലോട്ട് കയറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മെൻസസ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും അശുദ്ധമല്ല, വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് മൂഡ് സ്വിങ്സ് വരാറുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഒരു സെക്കൻഡിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഭയങ്കര സാഡായിരിക്കും, നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഹോർമോൺസിൻ്റെ വ്യത്യാസം കാരണം ആണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക്
പിമ്പിൾസ്, മുഖത്ത് പിമ്പിൾസ് വരും. അതേപോലെ ബോഡിയുടെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. ഇത് നമ്മൾ പൊതുവെ നമ്മൾ ആ പ്രായത്തിലുള്ളവർ പറയുന്നത് പ്രേമക്കുരു എന്നൊക്കെ പറയും. പക്ഷേ ഇത് പ്രേമക്കുരു ഒന്നുമല്ല. ഇത് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിൻ്റെ വ്യത്യാസം കാരണം ആ കാലഘട്ടത്തിൽ വരുന്ന ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. ഇത് പേടിക്കാനൊന്നുമില്ല. നമ്മൾ ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇത് നോർമലായിട്ട് മാറും. ഇനി അഥവാ നല്ല രീതിയിൽ നല്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണിക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് നമ്മുടെ ബോഡിയിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ഹെയർസ് വരും. ഇത് തിന്നായിട്ടുള്ള ഹെയർസ് ആയിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് വിയർപ്പ് കൂടും. ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് വിയർപ്പ് കൂടുതലായിരിക്കും. ഇതെല്ലാം നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ബോഡിയിലും നമ്മുടെ മസ്തിഷ്കത്തിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നമുക്ക് മെൻ്റലി ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കും. നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. പലരോടും നമുക്ക് പലതും ചോദിക്കണമെന്നുണ്ടാവും. പക്ഷെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. പേടിയായിരിക്കും, അല്ലെങ്കിൽ മടിയായിരിക്കും, ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ആയിരിക്കും. നമ്മളൊന്നും ആരോടും ചോദിക്കൂല. അതേപോലെ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് അല്ലെങ്കിൽ നമ്മുടെ സെയിം ജെൻഡറിനോട് ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ക്രഷ് എന്നൊക്കെ പറയും, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ഇതൊരു കുറ്റോ തെറ്റോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിൻ്റെ എല്ലാം വ്യത്യാസങ്ങൾ കാരണം നമുക്ക് നോർമലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഫീലിങ്സ് ഒരുപാട് ചേഞ്ചുകൾ വരും. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാവുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ്. ആൺകുട്ടികളാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണും ആൻഡ്രോജനും, പെൺകുട്ടികളാണെങ്കിൽ ഈസ്ട്രോജനും അതേപോലെ ഈസ്ട്രാഡയോളും ആണ് കാണുന്നത്. അപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനും കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഡോമിനൻസിനനുസരിച്ചാണ് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് അയക്കുക. ഇനി നമ്മൾ ഓരോ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അതേപോലെ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച്, മെൻസ്ട്രേഷനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.